Chapter 1 Solution. So, today in this chapter, we are going to study about types of solution and what is a solution, and also how can we express the concentration of a solution. So, what is a solution? Solutions are homogeneous mixture of two or more than two components. രണ്ടോ രണ്ടിലധികമോ കമ്പോണൻസ് കൂടിയിട്ടുള്ള ഒരു മിക്സ്ചർ, ഹോമോജീനിയസ് മിക്സ്ചറിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഒരു ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ കമ്പോസിഷനും പ്രോപ്പർട്ടീസും ത്രൂ ഔട്ട് ദ മിക്സ്ചർ എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. ഫോർ എൻ എക്സാമ്പിൾ, നമ്മളൊരു ഷുഗർ സൊല്യൂഷൻ എടുത്തു. അതിൽ ഇപ്പോൾ നമ്മളൊരു ബൗളാണ് എടുത്തത്. ആ ബൗളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാനൊരു സ്പൂൺ എടുത്തു, സൈഡിൽ നിന്ന് ഞാനൊരു സ്പൂൺ എടുത്തു, ആൻഡ് അതർ ഓപ്പോസിറ്റ് കോർണറിൽ നിന്നും ഞാനൊന്ന് എടുത്തു. മൂന്ന് സൈഡിൽ നിന്നും ഞാൻ എടുത്തത് ഒരേ ടേസ്റ്റ് ആയിരിക്കില്ല എനിക്ക് ഉണ്ടാവുക. അല്ലാതെ എനിക്ക് ഒരു സൈഡിൽ മധുരവും ഒരു സൈഡിൽ മധുരം ഇല്ലാത്തത്, ഒരു സൈഡിൽ ലൈറ്റ് മധുരം, അങ്ങനെ ആയിരിക്കുമോ ഉണ്ടാവുക? അല്ല. സോ ത്രൂ ഔട്ട് ദ സൊല്യൂഷൻ നമുക്ക് ഒരു സെയിം ടേസ്റ്റ് അല്ലെങ്കിൽ സെയിം കമ്പോസിഷൻ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനത്തെ ഉള്ളതിനാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഈ സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ തന്നെ എടുത്തു. ഇതിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക? വാട്ടർ എടുത്തു, അതിലോട്ട് ഷുഗർ ആഡ് ചെയ്തു. ഏറ്റവും കൂടുതലുള്ള സാധനം എന്താണ്? വാട്ടർ അല്ലേ? ആ കൂടുതൽ, ദ ലാർജസ്റ്റ് ക്വാണ്ടിറ്റിയിൽ കാണുന്നതിനെ നമ്മൾ സോൾവെൻ്റ് എന്നും, ദി സ്മോളസ്റ്റ് ക്വാണ്ടിറ്റിയിൽ കാണുന്നതിനെ നമ്മൾ ഷുഗർ എന്നും, സൊല്യൂട്ട് എന്നും പറയും. ഇപ്പോൾ ഷുഗർ മാത്രമായിരിക്കണം എന്നില്ല, ഇപ്പോൾ വേറെ എന്തെങ്കിലും ചെറിയ അല്ലാത്ത സാധനങ്ങളും ഉണ്ടെങ്കിൽ അതും ഒരു സൊല്യൂട്ടായിട്ട് കൂട്ടാം. ഏറ്റവും കൂടുതൽ എമൗണ്ട്, ലാർജസ്റ്റ് ക്വാണ്ടിറ്റിയിലുള്ളതിനെ നമ്മൾ സോൾവെൻ്റ് എന്നും, ആൻഡ് വൺ ഓർ മോർ കമ്പോണൻറ്റ്സ് പ്രസൻറ്റ് ഇൻ സൊല്യൂഷൻ അതർ ദാൻ സോൾവെൻ്റ് ഒഴിച്ചിട്ട് ബാക്കി ആ സൊല്യൂഷനിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള കമ്പോണൻറ്റ്സിന് നമ്മൾ സൊല്യൂട്ട് എന്നും പറയും. ടൈപ്സ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പം 3 ടൈപ്പ് ഉണ്ട്: ഗ്യാസസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ ആൻഡ് സോളിഡ് സൊല്യൂഷൻ. ഗ്യാസസ് എന്ന് പറയുമ്പോൾ അതിന് സോൾവെൻ്റ് എപ്പോഴും ഗ്യാസ് ആയിരിക്കും. ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോൾവെൻ്റ് ലിക്വിഡ് ആയിരിക്കും. ആൻഡ് സോളിഡ് സൊല്യൂഷൻ പറയുമ്പോൾ സോൾവെൻ്റ് സോളിഡ് ആയിരിക്കും. സൊല്യൂട്ട് മാറുന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഓരോരോ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരുന്നത്. ഇപ്പം സൊല്യൂട്ട് ഗ്യാസ് ആണ്, സോൾവെൻറ്റും ഗ്യാസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഓക്സിജൻ നൈട്രജൻ മിക്സ്ചറൊക്കെ എന്താണ്? ഗ്യാസസ് സൊല്യൂഷനാണ്. സൊല്യൂട്ട് ലിക്വിഡാണ്. സോൾവെൻറ്റ് ഗ്യാസ് ആണെങ്കിൽ ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രജൻ ഗ്യാസ്, നമ്മുടെ നൈട്രജൻ ഗ്യാസും ക്ലോറോഫോമും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫോമാണ്. സോളിഡ് ഗ്യാസ് ഫോം ആണെങ്കിലോ ക്യാംഫർ, നമ്മൾ ക്യാംഫർ അറിയില്ലേ, തീ കത്തിക്കുന്ന അത്. പിന്നെ ലിക്വിഡ് സൊല്യൂഷൻ ആകുമ്പം സോൾവെൻ്റ് എപ്പോഴും എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. ഇപ്പോൾ സൊല്യൂട്ട് അതും ഗ്യാസും ലിക്വിഡ് കോംബോ ആണെങ്കിൽ ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ, വാട്ടറിലുള്ള ഓക്സിജന്. ലിക്വിഡ് ആണെങ്കിൽ നമുക്ക് എത്തനോൾ ഇൻ വാട്ടർ പറയാം. അതുപോലെ സോളിഡ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ ഗ്ലൂക്കോസ് ഡിസോൾഡ് ഇൻ വാട്ടർ. ഓക്കെ. ഇനി സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പം സോൾവെൻ്റ് എന്താണ്? സോളിഡാണ്. ആൻഡ് സൊല്യൂട്ട് ഗ്യാസ് ആകുമ്പം സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോജൻ ഇൻ പലേഡിയം. ലിക്വിഡ് സോളിഡ് ആണെങ്കിൽ അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം. സോളിഡ് ആണെങ്കിൽ കോപ്പർ ഡിസോൾഡ് ഇൻ ഗോൾഡ്. ഓക്കെ. ഇനി ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, ഹൗ ടു എക്സ്പ്രസ്. ആദ്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് മാസ് പെർസെൻറ്റേജ് ആണ്. മാസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പം മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണൻറ്റ് ഓഫ് സൊല്യൂഷൻ ഇസ് ഡിഫൈൻഡ് ആസ് മാസ് പെർസെൻറ്റ് ഇഫ് മാസ് ഓഫ് ദ കമ്പോണൻറ്റ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. ഇപ്പം ഒരു സാധനം തന്നിട്ടുണ്ട്, ഒരു കോമ്പൗണ്ട്, ഇപ്പം എന്താ പറയുക, മീഥെയിൻ തന്നിട്ടുണ്ട്. അതിൽ മീഥെയിനിൽ ഹൈഡ്രോജൻ, അങ്ങനെ ഒരു എക്സാമ്പിളാണ്, കറക്റ്റല്ല. മീഥെയിൻ തന്നിട്ടുണ്ട്, മീഥെയിനിൽ ഹൈഡ്രജൻ്റെ മാസ് ഇത്രയാണ്. അപ്പം അതിൻ്റെ മാസ് പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ മാസ് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ മീഥെയിൻ്റെ മാസ് ഇൻറ്റു 100 ആയിരിക്കും. അതിനാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് വോളിയം പെർസെൻറ്റേജ്. വോളിയം ഓഫ് ഒരു സാധനം തന്നിട്ടുണ്ടെങ്കിൽ വോളിയം ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആയിരിക്കും. അടുത്തത് മാസ് ബൈ വോളിയം ആണെങ്കിൽ ഇത് എന്താ പറയുക, മാസ് ബൈ വോളിയം ആണെങ്കിൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 ആയിരിക്കും. ഓക്കെ. പിന്നത്തേത് പാർട്സ് പെർ മില്യൺ ആണ്. പാർട്സ് പെർ മില്യൺ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ചിലപ്പം ഈ MCQ ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. നമ്പർ ഓഫ് പാർട്സ് ഓഫ് കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ കമ്പോണൻറ്റ്സ് ഇൻ സൊല്യൂഷൻ ഇൻറ്റു 10⁶ ആയിരിക്കും. സോ ഇവിടെ പവർ എപ്പോഴും 10⁶ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ നമ്പർ ഓഫ് components by total number of components into 10⁶ ചെയ്യുമ്പോഴാണ് പാർട്സ് പെർ മില്യൺ കിട്ടുന്നത്. ഓക്കെ. ഇനി മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ ഇസ് കോമൺലി യൂസ്ഡ് സിമ്പിൾ ഫോർ മോൾ ഫ്രാക്ഷൻ ഇസ് എക്സ് ആൻഡ് subscript used on right hand side of x denotes the component
ആൻഡ് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ്. ഇപ്പം ഒരു എക്സ് വെച്ചിട്ടാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ ഡിനോട്ട് ചെയ്യൽ. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പം ഒരു സാധനത്തിൻ്റെ നമ്പർ ഓഫ് മോൾസ് എൻ വെച്ചിട്ടല്ലേ പറയാം. സോ നമ്പർ ഓഫ് മോൾസ് എൻ ഒരു സാധനത്തിൻ്റെ മോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ എൻ പ്ലസ് അതർ പാർട്ടിൻ്റെ മോൾ. അതായത് എൻ എ എന്ന് പറയുന്നത് കമ്പോണൻറ്റ് 1ൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എൻ എ ബൈ എൻ എ പ്ലസ് എൻ ബി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഇക്വേഷനാണ്. അടുത്തത് മൊളാരിറ്റിയാണ്. മൊളാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. മൊളാരിറ്റി എല്ലാ മൊഡ്യൂളിലും എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. മൊളാരിറ്റി അല്ല. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുന്ന നമ്പർ ഓഫ് മോൾസ്. അതായത് മൊളാരിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. മൊളാലിറ്റി ആണെങ്കിൽ നേരെ തിരിച്ചാണ്. മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. കിലോഗ്രാം ആണെങ്കിൽ അത് മൊളാലിറ്റി ആണ്. വോളിയം പെർ ഇൻ ലിറ്ററിലാണെങ്കിൽ അത് മൊളാരിറ്റി ആണ്. സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കാൽക്കുലേറ്റ് മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം മാത്രമാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നുള്ളൂ. ബാക്കി പ്രോബ്ലംസ് നമുക്ക് അതർ വീഡിയോസിൽ ചെയ്യാം. ഓക്കെ, calculate the mole fraction of ethylene glycol C2H6O2 in a solution containing 20% of C2H6O2 by mass. So number of mole fraction കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് assume that we have a 100 gram solution. നമ്മൾ ഇപ്പോൾ 20% ആണ് മാസുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുക 100 gram ആണുള്ളതെന്ന്. 100 gram സൊല്യൂഷൻ ആണുള്ളത്. ആൻഡ് അതിൽ സൊല്യൂഷൻ കണ്ടെയ്ൻ 20 gram ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ. ഓക്കെ, ഇപ്പോൾ 20% എന്നാണ് പറഞ്ഞത്, എത്രയാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ 100 gram ആക്കി. അത് 20% നമ്മൾ 20 ഗ്രാമും ടോട്ടൽ നമുക്ക് 100 ഗ്രാമും ആക്കി എടുത്തു. ഓക്കെ, അപ്പോൾ എത്തിലീൻ ഗ്ലൈക്കോൾ എത്രയുണ്ട്? 20 gram ഉണ്ട്. അപ്പോൾ ബാക്കി വാട്ടർ എത്രയായിരിക്കും? 80 gram അല്ലേ? 100 - 20 80. അപ്പം മോളാർ മാസ് ഓഫ് ഇത് എത്രയാ? C2H6O2 എത്ര? 12 × 2 + 1 × 6 + 16 × 2. ഇപ്പോൾ മോളാർ മാസ് എന്ന് പറയുന്നത് 62 ആണ്. അപ്പോൾ മോൾസ് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗിവൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ ആണ്. മോൾസ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ അറിയില്ലേ? എത്രയാണോ അതിൻ്റെ ഗ്രാം ഡിവൈഡഡ് ബൈ ടോട്ടൽ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20/62 gram ചെയ്താൽ 0.322 മോൾസ് കിട്ടും. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എത്രയായിരിക്കും? 80 ഡിവൈഡഡ് ബൈ 18. വാട്ടറിൻ്റെ മാസ് എത്ര? മോളാർ മാസ് എത്രയാ? 2 × 1 + 16 എത്രയാ? 18. ഓക്കെ, അപ്പം മോൾസ് ഓഫ് വാട്ടർ എത്രയാണ്? 80/18 ആണ്. അത് 4.444 മോൾസ് കിട്ടും. അപ്പം മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൈക്കോൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മോൾസ് ഓഫ് C2H6O2 ഡിവൈഡഡ് ബൈ മോൾസ് ഓഫ് C2H6O2 + മോൾസ് ഓഫ് വാട്ടർ ചെയ്യാം. 0.322 മോൾ ബൈ 0.322 മോൾ പെർ 4.44 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൈക്കോൾ കിട്ടും. മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സിമിലർലി ഇത് തന്നെ ചെയ്താൽ മതി. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് വേറൊന്നുകൂടിയുണ്ട്. നമുക്ക് ഈ ആദ്യം കിട്ടിയ ആൻസർ എന്താണ്? 0.068 അല്ലേ? മോൾ ഫ്രാക്ഷൻ എപ്പോഴും 1 ഈക്വൽ ആയിരിക്കും. അപ്പം ടോട്ടൽ മോൾ ഫ്രാക്ഷൻ. അപ്പം വാട്ടറിൻ്റെ മോൾ ഫ്രാക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 0.068 1 നിന്ന് മൈനസ് ചെയ്താൽ കിട്ടും. ഓക്കെ,